തൗഹീദിന്റെ കാര്യത്തിൽ സുന്നികൾക്കുള്ള ജാഗ്രത എത്രയാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളൊരു കുട്ടി ജനിച്ചാൽ അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചതാണ്, ജനിച്ച ഉടനെ ആദ്യമായി ആ കുട്ടിയെ കേൾപ്പിക്കുന്നത് തൗഹീദിന്റെ കലിമയാണ്. ഇതിനാ നമ്മൾ ബാങ്ക് കൊടുക്കുന്നത്. എടവണ്ണ സലാം സുല്ലമിയുടെ ബുക്ക് എടുത്തു നോക്കൂ, അയാൾ എഴുതിയത് കാണാം, അത് കടുത്ത ബിദ്അത്താണ്. പ്രസവിച്ച ഉടനെ ഒരു കുട്ടിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്ക് കേൾപ്പിക്കാൻ പറ്റില്ലത്തെ, അത് ബിദ്അത്താണ്. ഇവരാണത്ര തൗഹീദിന്റെ മൊത്ത കുത്തകക്കാര്. ജനിക്കുന്ന സമയത്ത് തന്നെ കെലിമത്തു തൗഹീദ് കേൾപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങളെ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ കൊണ്ട് സംസാരിപ്പിച്ച് ശീലിപ്പിക്കണം. അതുകൊണ്ടാ നമ്മളെ ഉമ്മമാര് കുട്ടികളെ തൊട്ടിലിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സുന്നികളെ വീട്ടിലെ ചെറിയ മക്കള് പോലും ഉറങ്ങാൻ പറയണ പേരെന്നെന്താ? എന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആട്ടി തരീന്നാ പറയും അല്ലെ, എന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കി തരി. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുട്ടികൾ ആദ്യം പഠിക്ക. ഇനി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുനടക്കുക. നിസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ നമ്മളെ നിസ്കാരം ശരിയാവൂല. അതാണ് തശഹുദ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചൊല്ലിയിട്ടാ നമ്മൾ നിസ്കരിക്കുന്നത്, ഷഹാദത്ത് ചൊല്ലിയിട്ട്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ആ സമയത്ത് നമുക്കൊരു പ്രത്യേക കർമ്മവും കൂടിയുണ്ട്. അതെന്താ? നമ്മളെ ഇടത് കൈ പൂർണ്ണമായും പരത്തി വെച്ച്, മുട്ടുംകാലിന്റെ ചോട്ടുക്ക് തൂങ്ങരുത്, മുട്ടുംകാലിന്റെ അടുത്ത് വിരലുകൾ എത്തുന്ന രീതിയിൽ ഇടത്തെ കൈ പരത്തി വെക്കേണ്ടത്. വലത്തെ കൈയിന്റെ ചൂണ്ടുവരലും പെരുവിരലും വെച്ച് ബാക്കി 3 വിരലും ചുരുട്ടിപ്പിടിക്കുക. എന്നിട്ട് മുട്ടുംകാലിന്റെ അടുത്ത് ഇതിങ്ങനെ വെക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം ചൂണ്ടുവരലിന്റെ മൊരട്ട് പിടിച്ചിട്ട് അല്പം ഒന്ന് പൊക്കുക. അങ്ങനെ ഓവർ പൊക്കരുത്, പോലീസുകാർ ആകാശത്ത് വെടിവെക്കണം. ആദ്യം ലേശം ഒന്ന് പൊക്കുക. എന്നിട്ട് സലാം വീട്ടണവരെ ആ വിരലിൽ തന്നെ നോക്കി നിൽക്കുക. എന്താണ് ഈ കർമ്മത്തിന്റെ പിന്നിലുള്ള രഹസ്യം? ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇവിടെ 3 തരത്തിൽ തൗഹീദ് പ്രഖ്യാപിക്കലാണ്. ഒന്ന്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു. അതേ സമയത്ത് ഒരു വിരല് മാത്രം നമ്മൾ പൊക്കി അള്ളാന്റെ ഏകത്വം സൂചിപ്പിക്കുകയാണ്. അവിടെ എന്തുകൊണ്ട് ചൂണ്ടുവിരല് മാത്രം പൊക്കി എന്നൊരു ചോദ്യമുണ്ട്. ചെറിയ നോക്കിയോ? അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ വണ്ണുള്ളതുണ്ടല്ലോ, അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പൊക്കോ. നീളമുള്ളത് നടുവിരലുണ്ട്, ഇതൊന്നും പൊക്കിയില്ല. എന്തേ ചൂണ്ടുവിരല് പൊക്കാൻ പറഞ്ഞത്? ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, നമ്മളെ ചൂണ്ടുവിരലും ഹൃദയവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇതുകൊണ്ടാണ് മനസ്സ് തട്ടി ഒരു കാര്യം പറയുമ്പോ നമ്മൾ എന്താ പറയാ അല്ലേ? നിന്നെ ഞാൻ കാട്ടിയൊരാരെന്തായാലും ഇങ്ങനെ ചെറിയല്ലുണ്ട് അങ്ങനെ പറഞ്ഞതിന് വല്ല വിലയുണ്ടോ? ഇല്ല. വില ഉണ്ടാണെങ്കിൽ ചൂണ്ടുവരല്ല. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം ഈ വിരൽ പൊക്കി അതിലേക്ക് നോക്കലിലൂടെ മനസ്സാ വാചാ കർമ്മണ അല്ലാഹു ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടെയും സുന്നികളുടെ തൗഹീദ് അവസാനിക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ആഹ്വാനം അഫ്ളൽ ദിക്ർ 10 വട്ടം വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരൊറ്റ വഹാബിയും ഈ തൗഹീദിലൊന്നും പങ്കെടുക്കുന്നില്ല. ഇതും തീരുന്നില്ല നമ്മളെ തൗഹീദ്. നമ്മളതാ ദിക്ർ ചൊല്ലാൻ വേണ്ടി മാത്രം 1000 തഹ്ലീലിന് വേണ്ടി ഇരിക്കുന്ന ദിക്റുണ്ട്. പേരോട് ഉസ്താദിന്റെ കുറ്റ്യാടിയിലെ ദിക്റുൽ ഹൽഖ 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ദിക്ർ ഹൽഖയാണ്. നമ്മളെ സുന്നികൾ അങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇദാ മറർത്തും ബിരിയാദിൽ ജന്നത്തി ഫർതഊ, നിങ്ങൾ സ്വർഗത്തോപ്പുകളുടെ ചാരത്തുകൂടെ നടന്നു പോകാൻ അവസരം കിട്ടിയാൽ അതിൽ കയറി ഒന്ന് മേഞ്ഞുകൊണ്ട് പോകണേ. ഖാലു വമാ റിയാദുൽ ജന്ന, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ സ്വർഗത്തോപ്പ് ഏതാണ്? ഖാലാ, മുത്തുനബി പറഞ്ഞു, ഹിലഖുൽ ദിക്രി, ദിക്റിന്റെ ഹൽക്കകളാകുന്നു. എന്താ വഹാബികൾ ചെയ്യാറുള്ള? ദിക്റോ അലക്ക. അവർ കളിയാക്കാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി തങ്ങളടക്കം റിവായത്ത് ചെയ്ത ഹദീസാണ്. മുസ്ലിമീങ്ങൾ ദിക്ർ ചെല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. അതിലും പങ്കെടുത്ത് തൗഹീദിന്റെ കലിമ ഇവർ ഉച്ചരിക്കാറില്ല. ഇനി നോക്കൂ നിങ്ങൾ, അവിടെയും നമ്മളെ ദിക്ർ തീരുന്നില്ല. മുത്തുനബി പറഞ്ഞു, അക്സിറു ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അനസ് ബിൻ മാലിക് തങ്ങളിൽ നിന്ന് ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം സുയൂത്തി ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. ഒരൊറ്റ വഹാബിയും ഈ കലിമത്ത് തൗഹീദും ഉച്ചരിക്കാറില്ല. ഇങ്ങനെ സുന്നികൾ ജീവിതത്തിലുടനീളം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനാൽ മരിക്കുന്ന സമയത്തും അതേ തൗഹീദ് ചൊല്ലി സുന്നികളായ കാരണവന്മാർ, ആലിമീങ്ങൾ, ഉമ്മാമമാർ മരിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവര് തവസ്സുല് ചെയ്തവരാണ്, ബർക്കത്തെടുത്തവരാണ്, പ്രവാചകനെ ബഹുമാനിച്ചവരാണ്, മഹാന്മാരെ സിയാറത്ത് ചെയ്തവരാണ്. അവർക്ക് തൗഹീദ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുത്തുനബി പറഞ്ഞു, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ചിട്ട് ആര് മരിച്ചുവോ അവൻ സ്വർഗത്തിൽ കടന്നതു തന്നെ. അതിനെന്തു വേണം? തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചാ പോരാ. ആ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുകയും കലിമത്തു തൗഹീദുമായി ജീവിതത്തിൽ നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നമ്മൾ എല്ലാ സമയത്തും ഉരുവിട്ടുകൊണ്ടിരിക്കണം.